കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചു. CPM പ്രവർത്തകൻ പാനൂർ കൈവേലിക്കൽ സ്വദേശി ഷെറിനാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ മറ്റൊരു CPM പ്രവർത്തകൻ വിനീഷിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. ഷെറിൻ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടെയാണ് സ്ഫോടനം ഉണ്ടായത്. പാനൂരിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നതെന്നാണ് വിവരം. ഷെറിന് സ്ഫോടനത്തിൽ കൈക്കും മുഖത്തും ദേഹത്തും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൈപ്പത്തികൾ അറ്റുപോയ നിലയിലായിരുന്നു. രാത്രി തന്നെ ഷെറിനെയും വിനീഷിനെയും ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഷെറിൻ മരിച്ചു. ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് LDFും UDFും ശ്രമിക്കുന്നതെന്നും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണമെന്നും BJP സംസ്ഥാന സെക്രട്ടറി K. ശ്രീകാന്ത് കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് CPM ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ നേതാവ് സ്ഥാനാർത്ഥിയായിട്ടുള്ള K. സുധാകരന്റെ നേതൃത്വത്തിലും ഇതേ രീതിയിലുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതേസമയം ബോംബ് നിർമ്മാണത്തിൽ CPMന് പങ്കില്ലെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും CPIM പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കണ്ണൂർ.